എണ്ണയിൽ മുക്കി പൊരിക്കാത്ത ഐറ്റംസിൻ്റെ പിന്നാലെയല്ലേ ഇപ്പം എല്ലാവരും. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ വല്ലപ്പോഴൊക്കെ ഒന്ന് വേണമെങ്കിൽ എണ്ണയിൽ മുക്കാം. ലോകത്തില്ലാത്ത പരീക്ഷണം മുഴുവൻ നടത്തിയിട്ടേ ഉരുട്ടും പരത്തുമൊക്കെ ചെയ്തിട്ട് തിളച്ച് മറിയണ എണ്ണയിലേക്ക് അങ്ങോട്ട് വാരിയിടുമ്പോൾ അതവിടെ കിടന്ന് വേവണ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ചൂടാറാനുള്ള ക്ഷമ പോലും നമുക്കുണ്ടാവില്ല. അപ്പം തന്നെ അടുത്ത് ഒറ്റക്കടിയാ. ഉള്ളിലുള്ള മസാല മുഴുവൻ വെന്തതാണെങ്കിലും പിന്നെ കനം കുറച്ച് പരത്തിയ മാവാണെങ്കിലും നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. കുറച്ച് കനത്തിൽ പരത്തിയിട്ടുള്ള മാവാണെങ്കിലേ ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ വേവിച്ചെടുക്കണം കേട്ടോ നല്ലത്. അല്ലെങ്കിലേ മാവ് എല്ലായിടത്തും വേവില്ല. മാവ് കുഴച്ചിട്ടേ പൊന്തി കിട്ടാൻ ഒരു 1-1.5 മണിക്കൂർ എടുക്കുമല്ലോ. ഇപ്പൊ ചൂട് സമയമുണ്ടേ, സുഖല്ലേ, മുറ്റത്ത് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുക. പിന്നെ അടച്ചു വയ്ക്കാൻ മറന്നാലേ വല്ല കാക്കയും വന്ന് എടുത്തോണ്ട് പോവേ. മാവ് പരത്തുമ്പോഴേ ഇതുപോലെ റൗണ്ടിലല്ല പരത്തണം കേട്ടാ. അതിനിപ്പോൾ എന്നെ പോലെ വലിയ കലാകാരിയാവണമെന്നൊന്നും ഇല്ലെന്ന്, പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ഇതുപോലെ സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടില്ലെങ്കിലേ എല്ലാം കൂടെ എണ്ണയിലേക്ക് ചാടും കേട്ടോ. ഇൻഗ്രീഡിയൻസ് മുഴുവൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടേ. സംഭവം ഇതിലേക്ക് വാരിയിട്ടിട്ടേ നാട്ടുവർത്താനം പറയാൻ പോയാലേ ഇത് കരിഞ്ഞു പുറ്റാവും കേട്ടോ. ബാങ്ക് കൊടുക്കേണ്ട താമസം പ്ലേറ്റ് കാലിയാവണത് അറിയേയില്ല. ഇപ്പം നോമ്പായോണ്ട് ഞാൻ കെച്ചപ്പിൽ മുക്കണില്ല കേട്ടോ. നോക്കിയേ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണില്ലേ?